തിരുവല്ല. അറിഞ്ഞപ്പോ തന്നെ വന്ന തീർച്ചയായും പ്രവർത്തകരാണോ? ആണോ? കണ്ടില്ല, കാണാൻ വേണ്ടി വന്ന. ലേറ്റായി പോയി. തിരുവല്ല. നിങ്ങള് ഞങ്ങള് 5 പേര്. ഇങ്ങ് വരാമെന്ന് വിചാരിച്ചു. അതെ. താമസിച്ചത് നേരെ പിന്നെ ഇങ്ങോട്ട് തിരുവല്ല കാണാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. അതന്നെ. നിങ്ങൾക്ക് എവിടെന്നാ? ആലപ്പുഴയിലേക്കാണ് BS-നെ കൊണ്ടുവരുന്നത്. എന്നാലും ഇവിടെ വന്ന് ആഗ്രഹം കൊണ്ടാണ് തല്ലുന്നത്. കേട്ടോണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നോക്ക് കണ്ടാൽ മതി. അതാണ് ആഗ്രഹം, ഒരു നോക്ക്. കാരണം ഈ ഒരു കുടുംബത്തിന് വേണ്ടിയുള്ള സമയമാണ് എന്ന് പാർട്ടി പറഞ്ഞിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നത് പ്രതീക്ഷ. നമുക്ക് ഒരു നോക്ക് കണ്ടാൽ മതി. ആലപ്പുഴ 7 ജില്ലയിൽ പറഞ്ഞത്, കേരളത്തിൽ നിന്ന് പറഞ്ഞത്. ആരായിരുന്നു നമ്മുടെ ഒരു പാർട്ടി? നിങ്ങളെല്ലാം BS-നെ എങ്ങനെയാണ് ആലോചിക്കുമ്പോൾ എന്തായിരുന്നു? BS എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘാടന ആയ കാലം മുതലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റെടുത്ത ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിനെ പോലെ ഇന്ന് വേറൊരാളിനെ പാരം വയ്ക്കാനില്ല. ആ നിലയ്ക്ക് ആണ് ഇന്ന് പൊതുസ്വത്താണ്, പാർട്ടിയുടെ പൊതുസ്വത്താണ്, സമൂഹത്തിന്റെ പൊതുസ്വത്താണ്. എന്തായാലും കുറച്ചുപേര് പോലീസ് ഓരോരുത്തരെയായിട്ടെല്ലാം കയറ്റി വിടുന്നുണ്ട്. അതൊരു പ്രതീക്ഷയാണ്. കാരണം അത്രത്തോളം ആളുകൾ ഇപ്പോഴും മണിക്കൂറുകൾ കഴിഞ്ഞും കാത്തു നിൽപ്പുണ്ട്. ഓരോരുത്തരെയായി അകത്തേക്ക് കയറ്റി വിടാനുള്ള ശ്രമങ്ങൾ, കാരണം അത്രത്തോളം തിരക്കും ചെറിയ പരിമിതിയുണ്ട് അകത്ത്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒന്നിച്ച് കയറ്റി വിടാനും, സാധാരണ ഒരു പൊതുദർശനം നടക്കുന്ന സ്ഥലം പോലെ കയറ്റി വിടാനും കഴിയില്ല. എവിടുന്ന BS-നെ കാണാൻ വേണ്ടി രാത്രി വളരെ വൈകിയാണ് വന്നത്. BS-നെ നേരത്തെ അറിയാമോ? ഞങ്ങൾ പാർട്ടിപരമായ വ്യക്തിബന്ധം അല്ല, ഞങ്ങൾ സഖാക്കളാണ്, പാർട്ടി സഖാക്കളാണ്. കണ്ടിട്ടേ പോകുന്നുള്ളൂ. ഷാസിയ. അതെ, കാണാൻ തന്നെയാണ്. പഠിക്കുകയാണ്. അതെ, ഉറപ്പായിട്ടും. എങ്ങനെയാണ് BS-നെയൊക്കെ ഓർക്കുമ്പോൾ നിങ്ങൾ ഈ ചെറുപ്പക്കാർക്ക് BS-ന്റെ ഒരു പോരാട്ടങ്ങളൊക്കെ ഓർത്തെടുക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ഭയങ്കര മോട്ടിവേഷനാണ്. ഇത്രയും ചങ്കുറപ്പുള്ള ലീഡേഴ്സ് വളരെ കുറവ് തന്നെയാണ് നമ്മുടെ ചരിത്രത്തിൽ, പ്രത്യേകിച്ച് CPM-ന്റെ. സോ കാണണമെന്നുണ്ട്. നേരിട്ട് ഇതുവരെ കാണാൻ പറ്റിയില്ല. പുള്ളിയുടെ ഭരണകാലത്ത് നമ്മളൊക്കെ കുറച്ച് വളരെ ചെറുതായിരുന്നു. അപ്പം കണ്ടിട്ട് തന്നെ പോകണം. ഇവിടെ അടുത്ത് തന്നെയാണ്, കണ്ടിട്ട് തന്നെ പോകണം. അതെ. എന്തായാലും സാർ വരുന്നത് കോട്ടയ്ക്കാണ്, ഈസ്റ്റ് കാണാൻ അവിടെ നിന്ന് പോയി കണ്ടായിരുന്നു. അവിടെ പോയി കണ്ടായിരുന്നു. ഞാൻ ആലപ്പുഴക്കാരനാണ്. എൻ്റെ അച്ഛനും BS-ഉം ഒരിടത്തു നിന്നാണ് മത്സരിച്ചിട്ടുള്ളത്. ആര്യാടുള്ളതാണ്. അച്ഛൻ CPI-കാരനാണ്, CPI ആയിരുന്നു. S. കുമാരൻ എന്ന പേര്. അപ്പോൾ ഒന്നും കൂടെ വീട്ടിലെ ടീച്ചർമാരൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ചാൽ വന്നതാണ്. ഇത്തരത്തിൽ ഉന്മേഷ ഈ രീതിയിലാണ്, അതായത് ഓരോരുത്തരെ എന്തായാലും തൽക്കാലം എപ്പോഴും വൈകിയായിരുന്നാലും നമ്മൾ കണ്ടിട്ടേ പോകുള്ളൂ എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചുപേരെ കയറ്റി വിട്ടു. അതൊരു പ്രതീക്ഷയാണ്. കുറച്ചുപേരെ എല്ലാം കടത്തി വിടുന്നുണ്ട്. BS-നെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഓരോരുത്തരെയായി കടത്തി വിടുന്നുണ്ട്. ഇത്തരത്തിൽ തിരക്കും ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്തരത്തിൽ പൂർണ്ണമായി ആളുകളെ കടത്തി വിടാൻ പറ്റുന്ന സാഹചര്യമല്ല. വീട്ടിൽ ചെറിയ പരിമിതമായ സൗകര്യങ്ങളേ ഉള്ളൂ. ആ ഒരു സാഹചര്യമെല്ലാം ഉണ്ട്. ആ സാഹചര്യമെല്ലാം മനസ്സിലാക്കി ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് BS-നെ കാണാനെല്ലാം. നിങ്ങളെവിടെ നിന്നാണ് മോനെ വരുന്നത്? BS-നെ കാലങ്ങളായി BS-നെ എന്താ തോന്നുന്നു നിങ്ങളെ ചെറുപ്പക്കാർക്ക്? BS-ന്റെ പ്രവർത്തനം പാർട്ടി പ്രവർത്തകരാണോ? BS-ന്റെ ഒരു സജീവ കാലഘട്ടത്തിലൊക്കെ BS-നെ ഓർമ്മയുണ്ടോ? ആ സമയത്ത് പാർട്ടി സമയത്തില്ല. ഞങ്ങള് ഇപ്പോഴത്തെ അപ്പൊ എന്തൊക്കെയാണ് BS-ന്റെ പഴയ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? ഞാൻ നമ്മുടെ കോളേജിൽ പഠിച്ച കാലഘട്ടങ്ങളിലൊക്കെ നമ്മള് പുള്ളിയുടെ പിൻഗാമിക്കാരാണല്ലോ. ആവശ്യമാണ്. പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ പുള്ളിയെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞിട്ട് ഒരു ഇതില്ലല്ലോ. കഴിയട്ടെ. എന്തായാലും എവിടെ നിന്നാണ് കണ്ടിട്ടേ പോകുന്നു? തൃപ്തിയായില്ല, ഒന്നുകൂടെ നന്നായിട്ട് കാണാനാണ്. എന്തായാലും കുറച്ച് കുട്ടികളുണ്ട്. നിങ്ങളെല്ലാം എവിടെ നിന്നാണ് വരുന്നത്? വീടൊക്കെ ഇവിടെ തന്നെയാണ്? അല്ല, ഞാൻ കണ്ണൂരാ. പാർട്ടി പ്രവർത്തകരാണ്? BS-ന്റെ നിങ്ങൾ ലോ കോളേജ് സ്റ്റുഡന്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് BS-ന്റെ ഒരു പോരാട്ട വഴികളെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ എന്താ? BS-ന്റെ പോരാട്ടങ്ങൾ എപ്പോഴും നമുക്ക് അത്രയും പ്രാധാന്യം അറിയിക്കുന്നത് തന്നെയാണല്ലോ നമ്മളെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നയിക്കുന്നതിന്. ഇവിടെ കൊണ്ടുവരുമ്പോൾ കാണാൻ കഴിയുന്ന പ്രതീക്ഷ തന്നെ? അതെ. ഹോസ്റ്റലിൽ നിന്ന് ആരും പ്രശ്നമൊന്നും ഇല്ല. നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് പൂർണ്ണ സമയം മേട്ടനടക്കം എല്ലാവരുമാണ് വന്നിട്ടുള്ളത്.